ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മളോട് പറയുന്നത് ഭാവിയിൽ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടായി കഴിഞ്ഞുവെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യർ ഭൂമിയെ വിട്ട് നോവ പ്രൈം എന്ന പേരുള്ള ഒരു പുതിയ ഗ്രഹത്തിലേക്ക് മാറാൻ തുടങ്ങിയത്. സിനിമയിൽ ഇവിടെ നമ്മൾ ഒരു ആർമിയെ കാണും. ഭൂമിയിൽ നിന്ന് മനുഷ്യരെ നോവ പ്രൈമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന സോൾജേഴ്സാണ് അവർ. ഇവിടെയാണ് നമ്മൾ അറിയുന്നത് മനുഷ്യർ കുടിയേറുന്ന ഈ നോവ പ്രൈം ഗ്രഹത്തിൽ മുമ്പേ തന്നെ മറ്റൊരു വിഭാഗം ഏലിയൻസും താമസിച്ചിരുന്നു. സ്വന്തം ഗ്രഹത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കാൻ ആ ഏലിയൻസ് മനുഷ്യർക്കെതിരെ ചില വിചിത്രമായ ക്രിയേച്ചേഴ്സിനെ വിട്ടേക്കുന്നു. ഈ ക്രിയേച്ചേഴ്സ് കണ്ണില്ലാത്തവരാണ്. പക്ഷേ മനുഷ്യരുടെ ഭയഭാവം ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. മനുഷ്യർ പേടിച്ചാൽ അത് തിരിച്ചറിഞ്ഞ് ഈ ക്രിയേച്ചേഴ്സ് അവരെ ആക്രമിക്കുമായിരുന്നു. ഈ ക്രിയേച്ചേഴ്സിന്റെ ആക്രമണങ്ങൾ കാരണം മനുഷ്യർ പൂർണ്ണമായും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അതിനുശേഷം സീൻ മാറുന്നു. ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ ആർമിയെ നമ്മൾ വീണ്ടും കാണുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ ഈ അപകടകരമായ ക്രിയേച്ചേഴ്സിനെ ഇല്ലാതാക്കാനുള്ള മാർഗം ഈ ആർമി കണ്ടെത്തിയിരുന്നു. ഈ ആർമിയുടെ കമാൻഡർ സൈഫർ എന്നയാളാണ്. അവൻ ഈ ക്രിയേച്ചേഴ്സിനെ കൊല്ലാനുള്ള ഒരു പ്രത്യേക ടെക്നിക് കണ്ടെത്തിയിരുന്നു. അതിന് ഗൂസ്റ്റിംഗ് എന്നായിരുന്നു പേര്. ഈ ടെക്നിക് ഉപയോഗിച്ച് ഭയം ഇല്ലാതെ ക്രിയേച്ചേഴ്സിന്റെ അടുത്തേക്ക് ചെന്നാൽ അവർക്ക് മനുഷ്യരെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ പൂർണ്ണമായും ബ്ലൈൻഡ് ആയിരിക്കുമ്പോൾ മനുഷ്യർക്ക് അവരെ കൊല്ലാൻ സാധിച്ചു. അടുത്ത സീനിൽ ചില ടീനേജർമാരെ നമ്മൾ കാണും. മനുഷ്യരുടെ പുതിയ ഗ്രഹമായ നോവ പ്രൈമിൽ റേഞ്ചേഴ്സായി മാറാൻ അവർ ട്രെയിനിങ് എടുക്കുകയാണ്. ഈ കുട്ടികളിൽ ഒരാളാണ് കിറ്റായി. ഇവിടെ നമ്മൾ അറിയുന്നത് കിറ്റായി കമാൻഡർ സൈഫറിന്റെ മകനാണെന്നതാണ്. ക്രിയേച്ചേഴ്സിനെ കൊല്ലാനുള്ള ഗൂസ്റ്റിംഗ് ടെക്നിക് കണ്ടെത്തിയത് അവന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗ്രഹത്തിൽ മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നത്. കിറ്റായി ഒരു റേഞ്ചർ ആകാൻ വളരെ അധികം ആകാംക്ഷയുള്ളവനായിരുന്നു. കാരണം അവനെ രക്ഷിക്കുമ്പോൾ അവന്റെ സഹോദരി ആ ക്രിയേച്ചേഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനാൽ അവർക്കെതിരെ പോരാടാനും തന്റെ സഹോദരിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനുമാണ് കിറ്റായി റേഞ്ചർ ആകാൻ ശ്രമിക്കുന്നത്. പക്ഷേ എവാലുവേഷൻ ഡേയിൽ തന്റെ മോശം പെർഫോമൻസ് കാരണം കിറ്റായിയെ എലീറ്റ് റേഞ്ചറായി തിരഞ്ഞെടുക്കുന്നില്ല. ഇതോടെ കിറ്റായി വളരെ അധികം വിഷമിക്കുന്നു. അതിനുശേഷം നമ്മൾ കിറ്റായിയുടെ വീട്ടിലെത്തുന്നു. ഇവിടെ സൈഫർ തന്റെ ഭാര്യയെ കാണും. ഡിന്നറിനിടെ സൈഫർ തന്റെ മകൻ കിറ്റായിയോട് ട്രെയിനിങ് എങ്ങനെ പോയെന്ന് ചോദിക്കുന്നു. അതിന് കിറ്റായി താൻ എലീറ്റ് റേഞ്ചറായി തിരഞ്ഞെടുക്കപ്പെടില്ലെന്ന് പറയുന്നു. സൈഫർ അവനോട് കൂടുതൽ പരിശ്രമിക്കണമെന്ന് പറയുമ്പോൾ കിറ്റായിക്ക് വളരെ അധികം ദേഷ്യം വരുന്നു. അവൻ ഭക്ഷണം ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കുമ്പോൾ സൈഫർ അവനെ അവിടെ നിർത്തുന്നു. ഡിന്നറിന് ശേഷം സൈഫർ തന്റെ ഭാര്യയോട് ചില റേഞ്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള അവസാന മിഷനിലേക്കാണ് താൻ പോകുന്നതെന്നും അതിനുശേഷം ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുക്കുമെന്നും പറയുന്നു. അതിന് സൈഫറിന്റെ ഭാര്യ കിറ്റായിയെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഒരു റേഞ്ചർ എങ്ങനെ ആകാം എന്ന് അവൻ പഠിക്കാൻ വേണ്ടിയാണെന്ന്. കൂടാതെ കിറ്റായി ഇപ്പോഴും തന്റെ സഹോദരിയുടെ മരണത്തിന് തന്നെ കുറ്റം പറയുന്നുണ്ടെന്നും അവൾ സൈഫറിനോട് പറയുന്നു. അടുത്ത ദിവസം സൈഫറും കിറ്റായിയും അവരുടെ അടുത്ത മിഷനായി തയ്യാറെടുക്കുന്നത് നമ്മൾ കാണുന്നു. അവർ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു റേഞ്ചർ സൈഫറിന്റെ അടുത്തേക്ക് വരുന്നു. യുദ്ധത്തിനിടെ സൈഫർ തന്റെ ജീവൻ രക്ഷിച്ചതിനാൽ അവൻ ഒരു കാലിൽ നിന്നുകൊണ്ട് സൈഫറിന് സല്യൂട്ട് ചെയ്യുന്നു. തന്റെ അച്ഛനോടുള്ള ഈ ബഹുമാനം കണ്ടപ്പോൾ കിറ്റായിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അവിടെ ട്രെയിനിങ്ങിനായി ഒരു ക്രിയേച്ചറെ അവരുടെ സ്പേസ്ഷിപ്പിൽ ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണും. ആ സ്പേസ്ഷിപ്പ് നോവ പ്രൈമിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പുറപ്പെടുന്നു. യാത്രയ്ക്കിടയിൽ സൈഫർ കിറ്റായിയോട് കുറച്ചു നേരം വിശ്രമിക്കണമെന്ന് പറയുന്നു. പക്ഷേ സ്പേസ്ഷിപ്പിലെ സീറ്റുകൾ അസൗകര്യമുള്ളതായതിനാൽ കിറ്റായിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ കിറ്റായി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആ ക്രിയേച്ചർ ഉർസയെ ബന്ധിച്ചിട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ഒരു റേഞ്ചർ ആദ്യം അവനെ തടയുന്നു. പക്ഷേ അടുത്തു നിൽക്കുന്ന റേഞ്ചേഴ്സ് കിറ്റായിയെ ഉർസയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുന്നു. അവനും തന്റെ അച്ഛനെ പോലെ ധൈര്യമുള്ളവനാണോ എന്ന് നോക്കാനായി. കിറ്റായി ഉർസയുടെ അടുത്തേക്ക് ചെന്നതു മാത്രം ഉർസ അവന്റെ ഭയം തിരിച്ചറിഞ്ഞു. ദേഷ്യത്തോടെ അവൾ സ്വയം മോചിതയാകാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ സൈഫർ ഉണരുകയും ഷിപ്പിൽ എന്തോ തെറ്റ് സംഭവിച്ചതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവൻ തന്റെ ഡിവൈസ് ഉപയോഗിച്ച് ഷിപ്പിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പരിശോധിക്കുന്നു. അതോടൊപ്പം ഷിപ്പിനുള്ളിൽ എന്തോ അപകടകരമായത് അഴിച്ചുവിട്ടുവെന്ന തോന്നലും അവൻ ഉണ്ടാകുന്നു. ഇവിടെ കിറ്റായി തന്റെ സീറ്റിൽ തിരിച്ചെത്തി ബെൽറ്റ് കെട്ടുന്നു. സൈഫർ പൈലറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ അവർ ശ്രദ്ധിക്കുന്നത് ആ സ്പേസ്ഷിപ്പ് തെറ്റിദ്ധാരണയായി ഒരു ആസ്റ്ററോയിഡ് ഷവറിനുള്ളിലേക്ക് കടന്നുവെന്നതാണ്. അതിനാൽ ഷിപ്പ് ഗുരുതരമായി ഡാമേജ് ആകുന്നു. ലക്ഷ്യസ്ഥാനത്തെത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാകുന്നു. ഇപ്പോൾ മനുഷ്യർക്ക് ജീവിക്കാൻ അനുയോജ്യമായ അടുത്തൊരു ഗ്രഹം കണ്ടെത്തേണ്ട അവസ്ഥയിലായിരുന്നു അവർ. പൈലറ്റ് തിരയുമ്പോൾ അടുത്തുള്ള ഗ്രഹമായി ഭൂമി കാണും. പക്ഷേ മനുഷ്യർ ഭൂമിയെ വിട്ടുപോയ ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചിരിക്കുമെന്ന് അറിയാത്തതിനാൽ ഭൂമി സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ സൈഫറിന് വലിയ സംശയം തോന്നുന്നു. പക്ഷേ അവർക്ക് മറ്റൊരു വഴിയില്ലാത്തതിനാൽ ഭൂമിയിൽ തന്നെ ലാൻഡ് ചെയ്യേണ്ടി വരുന്നു.
ഷിപ്പ് ഭൂമിയിലേക്കു അതിവേഗത്തിൽ നീങ്ങുകയായിരുന്നു. ഇവിടെ സൈഫർ തന്റെ മകൻ കിറ്റായിയുടെ അടുത്തേക്ക് വരുന്നു. കിറ്റായി വളരെ ഭയന്ന നിലയിലായിരുന്നു. അവന്റെ സഹോദരിയുടെ മരണദൃശ്യം വീണ്ടും ഓർമ്മയിൽ വരികയായിരുന്നു. സൈഫർ അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അമിതവേഗം കാരണം ഷിപ്പ് തകർന്നു തുടങ്ങുന്നു. എല്ലാവരും ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. കിറ്റായി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ സീറ്റിൽ തന്നെ ഉണ്ടാവുകയും ക്രാഷ് ലാൻഡിങ്ങിനിടെ ബോധരഹിതനാവുകയും ചെയ്യുന്നു. അവസാനം ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ വീണ്ടും അവരുടെ പഴയ വീടായ ഭൂമിയിലെത്തുന്നു. കിറ്റായി ബോധം വീണ്ടെടുത്തപ്പോൾ ചുറ്റും കിടക്കുന്ന റേഞ്ചേഴ്സിന്റെ മരിച്ച ശരീരങ്ങൾ അവൻ കാണുന്നു. അവിടെ സൈഫറിന്റെ ശരീരവും കണ്ടെത്തുന്നു. കിറ്റായി അവനെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം സൈഫർ ബോധം വീണ്ടെടുക്കുമ്പോൾ കിറ്റായിക്ക് വലിയ ആശ്വാസമാകും. സൈഫർ ജീവനോടെയുണ്ടായിരുന്നു എന്നത് നല്ല വാർത്തയായിരുന്നെങ്കിലും അവന്റെ 2 കാലുകളും ഗുരുതരമായി പരിക്കേറ്റിരുന്നതാണ് മോശം വാർത്ത. സൈഫർ കിറ്റായിയോട് എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് ചോദിക്കുന്നു. കിറ്റായി മറുപടി പറയുന്നു, നമ്മളെ ഒഴികെ എല്ലാവരും മരിച്ചുവെന്ന്. കൂടാതെ ഉർസയെ തടവിലിട്ടിരുന്ന ഷിപ്പിന്റെ ഭാഗം കാണാനില്ലെന്നും അവൻ പറയുന്നു. ആ അപകടത്തിൽ ആ ക്രിയേച്ചർ മരിച്ചിരിക്കാമെന്ന് സൈഫർ ആദ്യം കരുതിയെങ്കിലും കിറ്റായിയോട് അതീവ ജാഗ്രത പാലിക്കാൻ പറയുന്നു. സൈഫർ ബീക്കൺ എന്നൊരു കമ്മ്യൂണിക്കേറ്ററിനെ കുറിച്ച് കിറ്റായിക്ക് പറയുന്നു. നോവ പ്രൈമിലേക്ക് എമർജൻസി റെസ്ക്യൂ സിഗ്നൽ അയക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അത്. പക്ഷേ ബീക്കൺ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്ന് കണ്ടപ്പോൾ അവർ നിരാശരാകുന്നു. തുടർന്ന് കിറ്റായി സൈഫറിനെ ഒരു കൺട്രോൾ പാനലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഭാഗ്യവശാൽ അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ പാനൽ ഉപയോഗിച്ച് ഷിപ്പിന്റെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്ന 2ാമത്തെ ബീക്കണിന്റെ സ്ഥാനം സൈഫർ കണ്ടെത്തുന്നു. ക്രാഷ് ലാൻഡിങ്ങിനിടെ ആ ഭാഗം ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയായി വീണിരുന്നു. ബീക്കൺ ഇല്ലാതെ അവർ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലായിരുന്നു. അതിനാൽ എങ്ങനെയായാലും ആ ബീക്കൺ കണ്ടെത്തണം. സൈഫറിന്റെ 2 കാലുകളും പരിക്കേറ്റതിനാൽ അവൻ നടക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ ദൗത്യം മുഴുവനും കിറ്റായിക്കാണ് ചെയ്യേണ്ടത്. ഇത് കിറ്റായിക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. എന്നാൽ കൺട്രോൾ പാനലിന്റെ സഹായത്തോടെ ഓരോ നിമിഷവും താൻ അവനെ നിരീക്ഷിക്കുമെന്ന് സൈഫർ ഉറപ്പു നൽകുന്നു. കൂടാതെ ഭൂമിയിലെ ക്രിയേച്ചേഴ്സിൽ നിന്ന് അകലെ നിൽക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. 1000 വർഷങ്ങളായി മനുഷ്യർ ഇല്ലാതിരുന്ന ഭൂമിയിൽ അവ മനുഷ്യർക്കു അതീവ അപകടകാരികളായിരിക്കുമെന്ന് അവൻ പറയുന്നു. പിന്നീട് സൈഫർ കിറ്റായിക്ക് ഒരു കമ്മ്യൂണിക്കേറ്ററും ആയുധങ്ങളും ചില ക്യാപ്സൂളുകളും നൽകുന്നു. ആ ക്യാപ്സൂളുകളിൽ ഓക്സിജൻ വർദ്ധിപ്പിക്കുന്ന ദ്രാവകം ഉണ്ടായിരുന്നു. കാരണം ഈ സമയത്ത് ഭൂമിയിലെ ഓക്സിജൻ നില വളരെ കുറവായതിനാൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. രാത്രി ശരീരം ചൂടോടെ നിലനിർത്താൻ സ്ഥലമൊന്നു തേടാൻ സൈഫർ നിർദ്ദേശിക്കുന്നു. സൈഫർ തന്നെ കടുത്ത വേദന കാരണം പെയിൻ കില്ലർ കഴിക്കുന്നു. അതോടെ അവൻ ഉറക്കം വരുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് കൺട്രോൾ പാനലിൽ നിന്ന് കിറ്റായി ഒരു കാടിലെത്തിയതായി സൈഫർ ശ്രദ്ധിക്കുന്നു. അവിടെ ഒരു ക്രിയേച്ചർ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. സൈഫർ ഉടൻ തന്നെ കിറ്റായിയെ മുന്നറിയിപ്പ് നൽകി അകലം പാലിക്കാൻ പറയുന്നു. പിന്നാലെ കിറ്റായിയുടെ പിന്നാലെ ഒരു ഭീമൻ കുരങ്ങു വരുന്നതാണ് കാണുന്നത്. ഭയന്ന കിറ്റായി ഒരു കല്ല് എറിയുന്നു. എന്നാൽ ഉടൻ തന്നെ ഒരു കൂട്ടം കുരങ്ങുകൾ ആക്രമിക്കാൻ തുടങ്ങുന്നു. കിറ്റായി ഉടൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. സൈഫർ കൺട്രോൾ പാനൽ വഴി ദിശകൾ നൽകി കിറ്റായിയെ ഗൈഡ് ചെയ്യുന്നു. ജീവൻ രക്ഷിക്കാൻ കിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഒരു നദിയിൽ ചാടുമ്പോൾ കുരങ്ങുകൾ പിന്തുടരൽ നിർത്തുന്നു. പക്ഷേ അവിടെ ഒരു വിഷമുള്ള ലീച്ച് കിറ്റായിയുടെ ശരീരത്തിൽ പതിഞ്ഞിരിക്കുന്നു. സൈഫർ ഇതെല്ലാം കൺട്രോൾ പാനലിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ആന്റിഡോട്ട് എടുക്കാൻ അവൻ കിറ്റായിയോട് പറയുന്നു. കിറ്റായി ആന്റിഡോട്ട് എടുക്കുന്നതോടെ അവസ്ഥ കുറച്ചൊന്ന് നിയന്ത്രണത്തിലാകുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഭൂമിയിലെ താപനില വേഗത്തിൽ താഴുന്നതായി സൈഫർ ശ്രദ്ധിക്കുന്നു. രാത്രി വീഴുന്നതിന് മുമ്പ് ഒരു ഹോട്ട് സ്പോട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ തണുപ്പിൽ കട്ടപിടിച്ച് മരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ കിറ്റായി ജീവൻ രക്ഷിക്കാൻ ഒരു ഹോട്ട് സ്പോട്ടിലേക്ക് ഓടുന്നു. മറുവശത്ത് സൈഫർ സ്വയം ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് കാണുന്നത്. ആ സമയത്ത് തന്നെ ഇനി ജീവിച്ചിരിക്കാനാവില്ലെന്ന തോന്നലോടെ മരിക്കുന്നതിന് മുമ്പ് തന്റെ കുടുംബത്തിന്റെ ചില ഓർമ്മകൾ അവൻ മനസ്സിൽ കാണും. അതേസമയം കിറ്റായിയുടെയും സ്ഥിതി നല്ലതല്ലായിരുന്നു. കുരങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ അവന്റെ 2 ഓക്സിജൻ ക്യാപ്സൂളുകൾ നശിച്ചിരുന്നു. ജീവനോടെ ഇരിക്കാൻ അവൻ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തണം. സൈഫർ കിറ്റായിയുടെ അവസ്ഥ ചോദിക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് കിറ്റായി കള്ളം പറയുന്നു. രാത്രി വീഴുന്നു. കിറ്റായി സുരക്ഷിതമായി ഒരു ഗുഹയിൽ അഭയം തേടുന്നു. അവിടെ നിന്ന് ഗൂസ്റ്റിംഗ് ടെക്നിക് എങ്ങനെ കണ്ടെത്തിയതാണെന്ന് കിറ്റായി സൈഫറോട് ചോദിക്കുന്നു. സൈഫർ മറുപടി പറയുന്നു. ഒരിക്കൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഓർസ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഉർസയെ കണ്ട നിമിഷം ഭയന്ന് അവൻ അവിടേക്ക് ഉറച്ചുനിന്നു. ഊർസ് തന്റെ വിചിത്ര ശബ്ദത്തോടെ അവന്റെ തോളിനടുത്ത് ഗർജിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി അവർ ഇരുവരും ഒരു നദിയിലേക്ക് വീഴുന്നു.
നദിയുടെ അടിയിൽ ഉർസ് തന്റെ ശരീരത്തിന് മുകളിലുണ്ടായിരുന്നുവെന്നും താനെപ്പോൾ വേണമെങ്കിലും അവനെ തിന്നാൻ പോകുന്ന അവസ്ഥയിലായിരുന്നുവെന്നും സൈഫർ പറയുന്നു. ആ നിമിഷം തന്നെ താൻ മരണം സ്വീകരിച്ചുവെന്നും അതിനാൽ തന്റെ മനസ്സിലെ എല്ലാ ഭയവും അന്ന് ഇല്ലാതായതാണെന്നും അവൻ പറയുന്നു. സൈഫറിന്റെ ഭയം പൂർണ്ണമായും ഇല്ലാതായതോടെ ഉർസയ്ക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ സൈഫർക്ക് വളരെ എളുപ്പത്തിൽ ഉർസയെ കൊല്ലാൻ കഴിഞ്ഞു. ഇതോടെ ട്രിക്ക് എന്താണെന്ന് കിറ്റായിക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. ഭയപ്പെടരുത് എന്നതാണ് എല്ലാം. അച്ഛന്റെ കഥ കേട്ടുകൊണ്ടിരിക്കെ കിറ്റായി ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ കിറ്റായി തന്റെ യാത്ര വീണ്ടും തുടരും. മറുവശത്ത് സൈഫറിന് ഉർസ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നൊരു സംശയം തോന്നുന്നു. ഇതിനിടയിൽ കിറ്റായി ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. അത് കടന്നാൽ മാത്രമേ അവൻ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂ. ഇവിടെ സൈഫർ കിറ്റായിയോട് അവന്റെ ഓക്സിജൻ ക്യാപ്സൂളുകൾ എത്രയുണ്ടെന്ന് ചോദിക്കുന്നു. തന്റെ കൈവശം വെറും 2 ക്യാപ്സൂളുകൾ മാത്രമേ ബാക്കിയുള്ളൂവെന്ന് പറയുമ്പോൾ കിറ്റായിക്ക് വലിയ ലജ്ജ തോന്നുന്നു. അതോടെ സൈഫർ ഈ ദൗത്യം ഇവിടെ തന്നെ ഉപേക്ഷിക്കാൻ കിറ്റായിയോട് പറയുന്നു. അപ്പോഴാണ് തന്റെ സഹോദരി ഉർസയിൽ നിന്ന് തന്നെ രക്ഷിച്ച നിമിഷം കിറ്റായിക്ക് ഓർമ്മ വരുന്നത്. അതോടെ അവൻ വികാരാധീനനാകുന്നു. താൻ ഭീരുവല്ലെന്ന് അച്ഛനോട് പറഞ്ഞ് കിറ്റായി ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്നു. ചാടുന്നതിനൊപ്പം തന്നെ തന്റെ സ്യൂട്ടിന്റെ ഗൈഡ് ഡയറക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് താഴേക്ക് നിയന്ത്രിതമായി വീഴാൻ ശ്രമിക്കുന്നു. പക്ഷേ താഴെ എത്തുന്നതിനു മുമ്പ് തന്നെ ഒരു ഭീമൻ പക്ഷി കിറ്റായിയെ ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിൽ സൈഫറുമായി ബന്ധിപ്പിച്ചിരുന്ന അവന്റെ കമ്മ്യൂണിക്കേറ്ററും തകരാറിലാകുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഒരു പക്ഷിയുടെ കൂടിൽ കിറ്റായി ബോധം വീണ്ടെടുക്കുന്നു. അവന്റെ ശരീരത്തിൽ ചെറിയ പരുക്കുകൾ ഉണ്ടായിരിക്കുന്നു. കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നതുമാത്രം ഒരു പുലി കിറ്റായിയെ ആക്രമിക്കുന്നു. ജീവൻ രക്ഷിക്കാൻ കിറ്റായി പുലിയുമായി പൊരുതുന്നു. ഈ പോരാട്ടത്തിനിടെ കൂടിലുണ്ടായിരുന്ന എല്ലാ കുഞ്ഞു പക്ഷികളും മരിക്കുന്നു. പിന്നീട് ആ പക്ഷിയിൽ നിന്നും പുലിയിൽ നിന്നും രക്ഷപ്പെടാനായി കിറ്റായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. മറുവശത്ത് സാറ്റലൈറ്റ് മോണിറ്ററിന്റെ സഹായത്തോടെ സൈഫർ കിറ്റായിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ കിറ്റായിയെ കണ്ടെത്തുന്നതിനു പകരം മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന 2 ഓഫീസർമാരുടെ ശരീരങ്ങളാണ് അവൻ കാണാൻ കഴിയുന്നത്. ഇതോടെ ഉർസ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് സൈഫർക്ക് ഉറപ്പാകുന്നു. ഇതിനുശേഷം കിറ്റായിയെ വീണ്ടും കാണിക്കുന്നു. അവൻ ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് ഒരു മാപ്പ് തയ്യാറാക്കുന്നു. അതിന്റെ സഹായത്തോടെ വാലിന്റെ ദിശ കണ്ടെത്താനായിരുന്നു ശ്രമം. അടുത്ത ദിവസം രാവിലെ കിറ്റായി തന്റെ യാത്ര തുടരുന്നു. എന്നാൽ ആ പക്ഷി ഇപ്പോഴും അവനെ പിന്തുടരുകയാണ്. ഇതിനിടയിൽ കിറ്റായിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതിനാൽ അവൻ തന്റെ അവസാന ഓക്സിജൻ ക്യാപ്സൂൾ ഉപയോഗിക്കുന്നു. തുടർന്ന് കിറ്റായി ഒരു ബോട്ട് നിർമ്മിച്ച് അതിൽ യാത്ര തുടങ്ങുന്നു. യാത്രയ്ക്കിടയിൽ അവൻ ഉറക്കം വരുന്നു. ഉണർന്നപ്പോൾ ഭൂമിയിലെ താപനില വളരെ താഴ്ന്നതായി കിറ്റായി ശ്രദ്ധിക്കുന്നു. ചുറ്റുമുള്ള എല്ലാം മഞ്ഞുകെട്ടിയ നിലയിലായിരുന്നു. അതിനാൽ കിറ്റായി തണുപ്പിൽ ബോധരഹിതനാകുന്നു. അവനെ ആരോ വലിച്ചുകൊണ്ടുപോകുന്നതുപോലുള്ള ഒരു അനുഭവം അവൻ തോന്നുന്നു. അടുത്ത ദിവസം രാവിലെ താൻ പിന്തുടർന്നിരുന്നുവെന്ന് കരുതിയ ആ പക്ഷിയാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് കിറ്റായിക്ക് മനസ്സിലാവുന്നു. അവൻ പക്ഷിയോട് നന്ദി പറയുന്നു. പക്ഷേ ആ പക്ഷി ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരുന്നതായി അവൻ തിരിച്ചറിയുന്നു. സമയം കളയാതെ കിറ്റായി തന്റെ യാത്ര തുടരുന്നു. അവസാനം അവൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ആദ്യം ലിക്വിഡ് ഓക്സിജൻ കണ്ടെത്തി ശ്വസിച്ചതിനു ശേഷം ഉർസയെ തടവിലിട്ടിരുന്ന വാലിന്റെ ചേംബർ ഭാഗത്തേക്ക് അവൻ പോകുന്നു. പക്ഷേ അവിടെ ഉർസ ഇല്ലെന്ന് അവൻ കാണുന്നു. അതിനൊപ്പം തന്നെ അവൻ ബീക്കണും കണ്ടെത്തുന്നു. ബീക്കൺ ഉപയോഗിച്ച് സൈഫറുമായി ബന്ധപ്പെടാൻ കിറ്റായി ശ്രമിക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സൈഫറിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. എങ്കിലും തന്റെ മകൻ ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞതോടെ സൈഫർ അതീവ സന്തോഷം പ്രകടിപ്പിക്കുന്നു. കിറ്റായി ബീക്കൺ ഉപയോഗിച്ച് റെസ്ക്യൂ ടീമുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങൾ കാരണം സിഗ്നൽ ശരിയായി പോകുന്നില്ല. അതിനിടയിൽ ഒരു അഗ്നിപർവ്വതം കിറ്റായി ശ്രദ്ധിക്കുന്നു. അവിടെ ചെന്നാൽ ബീക്കൺ പ്രവർത്തിക്കുമെന്നു കരുതി അവൻ അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിനു മുമ്പേ ഉർസ് അവിടെ എത്തുന്നു. കിറ്റായി ജീവൻ രക്ഷിക്കാൻ ഓടുന്നു. എന്നാൽ കിറ്റായുടെ ഭയം തിരിച്ചറിയാൻ കഴിയുന്നതിനാൽ ഉർസ് തുടർച്ചയായി അവനെ പിന്തുടരുന്നു. ഉർസ് അവനെ തിന്നാൻ പോകുന്ന നിമിഷത്ത് കിറ്റായി വെള്ളത്തിലേക്ക് ചാടുന്നു. അതുവഴി കുറച്ചു നേരത്തേക്ക് അവൻ ഉർസയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം വെള്ളത്തിലൂടെ അവൻ മലമുകളിലേക്കുള്ള യാത്ര തുടരുന്നു. മറുവശത്ത് സൈഫർ തന്റെ പരിക്കുകൾ കാരണം ബോധരഹിതനാകുന്നു. കിറ്റായിക്കും ഉർസയെക്കുറിച്ച് ഭയം തോന്നിത്തുടങ്ങുന്നു. എന്നാൽ ഉർസ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങുന്നു. മരണം താൻ സ്വീകരിക്കുന്ന നിമിഷം തന്നെ കിറ്റായുടെ ഉള്ളിലെ എല്ലാ ഭയവും ഇല്ലാതാകുന്നു. അതിനാൽ ഉർസയ്ക്ക് അവനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ കിറ്റായി ഉർസയെ കൊല്ലാൻ കഴിവുള്ളവനാകുന്നു. ഉർസയെ കൊന്ന ശേഷം കിറ്റായി ബീക്കൺ ഉപയോഗിച്ച് നോവ പ്രൈമിലേക്ക് റെസ്ക്യൂ സിഗ്നൽ അയക്കുന്നു.
സിനിമയുടെ അവസാന സീനിൽ കിറ്റായി ഒരു റെസ്ക്യൂ ഷിപ്പിനുള്ളിലാണ്. അവിടെ എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നു. മറുവശത്ത് സൈഫറും അതേ റെസ്ക്യൂ ടീമിന്റെ കിടക്കയിലാണ്. അവന്റെ പരുക്കുകൾക്ക് ചികിത്സ നടക്കുകയാണ്. കിറ്റായി അടുത്തേക്ക് വന്നപ്പോൾ സൈഫർ റേഞ്ചേഴ്സിന്റെ സഹായത്തോടെ എഴുന്നേറ്റ് തന്റെ മകനെ ചേർത്തുപിടിക്കുന്നു. പരസ്പരം അണച്ചുപിടിച്ചുകൊണ്ട് സൈഫറും കിറ്റായിയും ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യത്തോടെ ഈ സിനിമ അവസാനിക്കുന്നു.